ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കൻ പുലാവിന്റെ റെസിപ്പിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഈ ഒരു പുലാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലുള്ളതും എല്ലില്ലാത്ത പീസും മിക്സ് ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കനിലേക്ക് ഒരു മാരിനേഷൻ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിന ഇലയും ഒരു 4 അത്യാവശ്യം എരിവുള്ള പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിയില ഞാനിവിടെ ഒരു കൈപ്പിടി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ പകുതി പുതിനയിലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. അരയ്ക്കുന്ന സമയത്ത് കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരയ്ക്കാം കേട്ടോ. നമുക്ക് കഴിയുന്നതും അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുക്കാൻ നോക്കുക. പക്ഷെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മല്ലിയിലയുടെ തണ്ടൊക്കെ അതിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ പേസ്റ്റ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ പൊടികളായിട്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളും തൈരും ഒക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് കോട്ടായിട്ട് വരട്ടെ. ഇപ്പൊ ഞാനിതാ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ തൈരും അതുപോലെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇതാ നാരങ്ങ നീരും കൂടെ ചേർത്ത് നമ്മൾ വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് നേരം വെക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു 2 മണിക്കൂർ വെക്കുന്നുണ്ട്. നിങ്ങളതിൽ സമയമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു അരമണിക്കൂർ മാത്രം ഒന്ന് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാം. ഇനി ഞാനിതാ ഈ ഒരു പുലാവ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ബസ്മതി അരിക്ക് പകരം ബിരിയാണിയൊക്കെ വെക്കുന്ന ചെറിയ അരി ഉണ്ടല്ലോ, അതും യൂസ് ചെയ്യാം. ഇനി ഈ അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പൊ ഞാനിതാ ഇവിടെ അരി 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് അരിയിലെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു പുലാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് കുക്കറിലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ കുക്കർ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇതാ നെയ്യും ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഷാജീര അല്ലെങ്കിൽ സാജീര എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനിവിടെ 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 6-7 കുരുമുളക്, ഒരു ബേ ലീഫ്, പിന്നെ തക്കോലത്തിന്റെ ഒരു ചെറിയ കഷ്ണം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയുടെ ഒരു മൂത്ത മണമൊക്കെ ഒന്ന് വരട്ടെ. ഇനി ഇതാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. സവാള കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പൊ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ഇതാ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു കളർ വരുന്നത് വരെ വേണം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതാ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പച്ചമുളക് ഈ ഒരു സമയത്തും കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് വേണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കുമ്പോൾ തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും ആ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളും. പിന്നെ നമ്മൾ മല്ലിയിലും പുതിനയിലും അരച്ച് ചേർത്തല്ലോ, അപ്പൊ അതിന്റെ ഒരു പച്ചമണം ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് മാറി കിട്ടും. ഇപ്പൊ ഇതാ ഒരു 5 മിനിറ്റ് ഒക്കെ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പൊ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക എന്ന് പറയുമ്പോൾ വിസിലൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. ആ കുക്കറിന്റെ അടപ്പ് കൊണ്ട് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ഒരു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇപ്പൊ ഇതാ ഒരു 15 മിനിറ്റിന് ശേഷം കുക്കറിന്റെ അടപ്പൊന്ന് തുറന്നു നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ ഞാനിവിടെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കഴുകി കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടെ നമ്മൾ കുതിർത്തിട്ടുള്ള അരിയാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ അരി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പൊ ഞാനിതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 1.5 കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ 2.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ മസാലയൊക്കെ ഓൾറെഡി കുക്ക്
കുക്കായിട്ട് വന്നതാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ചൂടുവെള്ളം ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. കൂടെ ഞാനിവിടെ 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ നമ്മൾ പുലാവും അതുപോലെ റൈസ് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ. എന്നാലേ അരിയൊക്കെ വെന്ത് പാകമായിട്ട് വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയി കിട്ടുള്ളൂ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിലിന് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പൊ ഇതാ വിസിലൊക്കെ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്നു നോക്കുന്നത്. ഇപ്പൊ ഇതാ ചിക്കനും ചോറും ഒക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഈ ഒരു ചൂടോട് കൂടി ആയതുകൊണ്ട് തന്നെ അരിയൊക്കെ കുറച്ച് നമുക്ക് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. അപ്പൊ തണുത്ത് വരുമ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഗ്രീൻ ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് സൈഡായിട്ട് നമുക്ക് തൈര് ചേർത്തിട്ടുള്ള സാലഡോ അല്ലെങ്കിൽ അച്ചാറോ ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.